ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. That I will bear true faith and allegiance to the Constitution of India as by law established. That I will uphold the ഇന്ന് പുതുപ്പള്ളിയിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ നോമിനേഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റിന് അനാസ്ഥ മൂലം മരിച്ച വേണു, അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു കൈമാറിയ 10,000 രൂപ, അവർക്ക് അത് കൈമാറിയത് അവിടുത്തെ മണ്ഡല കമ്മിറ്റിയാണ്. ആ കൈമാറിയ 10,000 രൂപ കെട്ടിവെച്ചാണ് ഇന്ന് നോമിനേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അതൊരു പ്രതീകമാണ്. ഈ സർക്കാരിന്റെ പരാജയത്തിന്റെ പ്രതീകമായിട്ടാണ്. ഈ സർക്കാരിനെ എതിർക്കാൻ ഇവിടുത്തെ ഓരോ സാധാരണക്കാരും തീരുമാനിച്ചു എന്നതിന്റെ പ്രതീകമായിട്ടാണ് ആ നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ തുക പ്രിയപ്പെട്ട ശ്രീമതി സിന്ധു എന്ന് മേടിച്ച് ഞാനിവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ഈ കെട്ടിവെച്ച കാശ് കേരളത്തിലെ ജനങ്ങൾ അതിന്റെ ഒരു പ്രതീകമായി എടുത്തുകൊണ്ട് ഈ സർക്കാരിന് ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFന്റെ ഒരു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ ഒരു പ്രയാണത്തിലേക്ക് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരെയും പിന്തുണയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഒരു പുതിയ യുഗത്തിനാണ്. നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാരും LDF സർക്കാരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വരച്ച് കാണിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. 5 വർഷത്തെ UDF സർക്കാർ കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, വിഴിഞ്ഞം പോർട്ട്, ജനസമ്പർക്ക പരിപാടി, മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ പദ്ധതികളടക്കം വിവിധ പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു. ആ പദ്ധതികളെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ സർക്കാരിന് ഒരു പദ്ധതി പോലും സ്വന്തമായി പറയാനില്ല. മാത്രമല്ല, പുതുപ്പള്ളി അവഗണിച്ച ഒരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ എല്ലാ സ്വപ്ന പദ്ധതികളെയും തകിടം മറിച്ചു. ഞങ്ങളുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തകർത്തു. ഞങ്ങളുടെ പാലങ്ങൾ പൂർത്തിയാക്കിയില്ല. വില്ലേജ് ഓഫീസ് പൂർത്തിയാക്കിയില്ല. മിനി സിവിൽ സ്റ്റേഷൻ പൂർത്തിയാക്കിയില്ല. റോഡുകൾ പുതുപ്പള്ളി വരെ മാത്രം ടാർ ചെയ്യും, അതിനുശേഷം ടാർ ചെയ്യത്തില്ല. അങ്ങനെ പൂർണ്ണമായും പുതുപ്പള്ളി അവഗണിച്ച ഈ സർക്കാരിനെതിരെ ഒരു വിധി എഴുത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട എല്ലാവരോടും, ഇന്ന് കടന്നു വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ 3:30 ഇന്ന് ശ്രീ KC വേണുഗോപാൽ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന
പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ കൺവെൻഷൻ നടക്കുകയാണ് പാമ്പാടി സെന്റ് ജോൺസ് ഹാളിൽ വെച്ച്, കത്തീഡ്രൽ ഹാളിൽ വെച്ച്. നിങ്ങൾ എല്ലാവരും അവിടെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും, നിങ്ങൾക്കറിയാം എൻ്റെ പിതാവിന്റെ അസാന്നിധ്യം കൊണ്ട് ആദ്യമായി നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, കോൺഗ്രസ് പാർട്ടിയോടൊപ്പം കേരളത്തിലെമ്പാടും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുവാൻ ഞാൻ അവസരം എടുക്കുന്നു. നമസ്കാരം. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.